ദിസ് ഈസ് ഓട്ടം. ഒളിച്ചോട്ടം കാണാത്തവർ കണ്ടോളൂ, ദിസ് ഈസ് ഒളിച്ചോട്ടം. ഇതാ ഓടുന്നു ചേട്ടൻ്റെ അടുത്ത്. മുല്ലപ്പൂക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ വെളുപ്പിന് മുല്ലപ്പൂക്ക് വെച്ചിട്ടാണ് ഇറങ്ങി വരാൻ വേണ്ടിയിട്ട് അദ്ദേഹം പറഞ്ഞിരുന്നത്, മിസ്റ്റർ കണ്ണാപ്പി ചേട്ടൻ. ഇത് ആക്ച്വലി ഫ്ലാഗൊക്കെ ഉണ്ട്, നമ്മുടെ ഫ്ലാഗ്, നെറ്റിയിൽ ഫ്ലാഗൊക്കെ ഉണ്ട്. സോ അതുകൊണ്ട് ഞാനത് പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല. അത് ജർമ്മനിയാണോ അർജൻറ്റീനയാണോ. എങ്ങനെയാണ് വൈഫിനെ കുറിച്ച്, എങ്ങനെ സപ്പോർട്ടീവ് ആണോ കാര്യങ്ങൾ? വൈഫ് സപ്പോർട്ടാണ്. വൈഫ് സപ്പോർട്ട് ചെയ്യുമല്ലോ, എല്ലാ കാര്യത്തിലും സപ്പോർട്ട് തന്നെയാണ്. വീഡിയോസ് എടുക്കാനും എല്ലാം സപ്പോർട്ടാണ്. സിനിമയ്ക്കായാലും അവളാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട്. കല്യാണം 3 വർഷമായില്ലേ? ഇല്ല, 2 കൊല്ലം ആവുന്നുള്ളൂ. ഹലോ ഗൈസ്, വെൽക്കം, വണക്കം. സാമ്പത്തിക ഭദ്രത തോറ്റു, കണ്ണാപ്പി ജയിച്ചു എന്ന് പറയുന്ന കമൻ്റാണ് ഇപ്പം മൊത്തത്തിൽ കാണുന്നത്. ഈ സമയത്തെല്ലാം ഇപ്പോൾ ഈ ഇറങ്ങിപ്പോയ പെൺകുട്ടിക്ക് പുതിയൊരു ജീവിതത്തിലേക്കാണല്ലോ പോയത്. കാരണം ഇവിടെ ഒരു പയ്യൻ അവന് പൊതുസമൂഹത്തിൽ ഇറങ്ങാൻ വേണ്ടിയിട്ട് കഴിയാതെ നാട്ടുകാരെ, വീട്ടുകാരെ, ചുറ്റുപാടുള്ള ആൾക്കാരുടെ മുമ്പിലേക്കൊക്കെ ഒരു ചോദ്യചിഹ്നം പോലെ ഇവൻ്റെ കയ്യിൽ എന്തോ കുഴപ്പമുണ്ട് എന്നുള്ള രീതിയിൽ തോന്നിപ്പിക്കുന്ന തരത്തിൽ ഉള്ളൊരു കാര്യം. ഇതിനകത്ത് അഖിൽ NRയുടെ റിയൽ ക്യാരക്ടറും കൂടെ നമുക്ക് ഒന്ന് കാണണം. അല്ല, എന്താണ് ഈ പുള്ളി എന്നുള്ളതും കൂടെ നമുക്ക് ഒന്ന് നോക്കി മനസ്സിലാക്കിയിട്ട് വേണം ഇനി ഈ ഒരു വീഡിയോയ്ക്ക് എത്തുക. കാരണം കഴിഞ്ഞ വീഡിയോ ചെയ്ത സമയത്ത് ഒരുപാട് ആൾക്കാർ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങളെന്താ ഇങ്ങനെ ഈ പറയുന്നത്, ഞാൻ എന്താ പറയേണ്ടത്, ഈ ഒരു വിഷയം, ഈ വിഷയത്തിൻ്റെ അകത്ത് അദ്ദേഹത്തിൻ്റെ വധുവായിരുന്ന സ്ത്രീ അല്ലെങ്കിൽ പാർട്ട്ണറായിരുന്ന സ്ത്രീ വേറെ ഒളിച്ചോടിപ്പോയി. അവരുടെ സൈഡിൽ നിന്നുള്ള ആരോപണം ഇദ്ദേഹത്തിന് വേറെ എന്തോ റിലേഷൻഷിപ്പ് എന്നാണ്. ഇദ്ദേഹം ഈ നിമിഷം വരെ ഇതിനെക്കുറിച്ചൊന്നും മിണ്ടിയിട്ടുമില്ല. ഈ രണ്ട് ഭാഗത്തു നിന്നൊന്നും വരാത്തിടത്തോളം കാലം ഇവരെ ഏകപക്ഷീയമായിട്ട് വളഞ്ഞിട്ട് കുറ്റപ്പെടുത്തുന്നില്ല എന്നുള്ളത് മാത്രമായിരുന്നു ഞാൻ ചെയ്തത്. പക്ഷേ രണ്ട് ഭാഗത്തും ഉള്ള ഓരോ കാര്യങ്ങളും ഞാൻ പറഞ്ഞിരുന്നു. എൻ്റെ കഴിഞ്ഞ വീഡിയോയ്ക്കകത്ത് കണ്ടവർക്കത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇവിടെ നമ്മുടെ ഈ കഥയിലെ പ്രധാന ഇതിനകത്ത് കോഴി പരിവേഷമുള്ള ഇദ്ദേഹം വിളിച്ചിറക്കി കൊണ്ടുപോയ വ്യക്തി, ഇതാണ് ആ വ്യക്തി. ഒരു മനുഷ്യൻ്റെയും എന്താ പറയുക, ജോലിയെയോ നിറത്തിനെയോ അല്ലെങ്കിൽ ചുറ്റുപാടുകളെ വെച്ചുകൊണ്ട് കളിയാക്കുന്ന ഒരു പരിപാടിയൊന്നും എനിക്കില്ല. എങ്കിലും ഇദ്ദേഹം മാരീഡാണോ എന്നും അറിയില്ല. ഒരുപാട് കാര്യങ്ങൾ ഇനിയും പുറത്ത് വരും എന്നുള്ള കാര്യം നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ പറയാം. ഒത്തിരി കാര്യങ്ങൾ പുറത്ത് വരാറുണ്ട്. ഇതൊക്കെ വരുന്ന ദിവസങ്ങളിൽ തന്നെ അത് പുറത്ത് വരും എന്നുള്ളത് ഉറപ്പാണ്. ഈ കണ്ടക്ടറല്ല, ഈ ഇതാണ് നമ്മുടെ, ഇത് ആക്ച്വലി ഫ്ലാഗൊക്കെ ഉണ്ട്, നമ്മുടെ ഫ്ലാഗ്, നെറ്റിയിൽ ഫ്ലാഗൊക്കെ ഉണ്ട്. സോ അതുകൊണ്ട് ഞാനത് പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല. അത് ജർമ്മനിയാണോ അർജൻറ്റീനയാണോ എന്താണോ. സോ ഞാൻ ആരെയും പരിഹസിച്ചൊന്നും പറഞ്ഞതല്ല. ബിക്കോസ് ഇവിടെ ഒരു 1-2 കമൻറ്റ് കണ്ടു. ആ കമൻറ്റിൻ്റെ അകത്ത് പറയുന്നൊരു കാര്യം എന്ന് വെച്ചാൽ, ഈ പയ്യൻ ഇന്നും ജീവനോടെ ഇരിക്കുന്നില്ലേ, മറ്റൊരു ഗ്രീഷ്മയായിട്ട് മാറിയില്ലല്ലോ, അതിനു മുമ്പ് അവൻ രക്ഷപ്പെട്ടില്ലേ എന്നുള്ളതാണ് സത്യമാണ്. ഈ പെൺകുട്ടിക്ക് ഇനിയിപ്പോൾ ഇയാളോട് ജീവിക്കണം എന്നുള്ള താല്പര്യം കൊണ്ട് ഇദ്ദേഹത്തിനോട്, അഥവാ നമ്മുടെ അഖിലിൻ്റെ ഒപ്പം ജീവിക്കുകയും ചെയ്തിട്ട് ഒരു സുപ്രഭാതത്തിൽ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ഒരാഴ്ചക്കകത്താണ് ഞാനൊരു റീല് ഈ കണ്ടത്. അതിനകത്ത് ഒരു 1-2 പാർട്ടായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതിനകത്ത് ഭാര്യ മറ്റൊരാളുമായിട്ട് ജീവിക്കാൻ തീരുമാനിക്കുന്നു. എന്നിട്ട് ഭാര്യയും ഇവരും ഇങ്ങോട്ട് ചേർന്നുകൊണ്ട് ഈ ഹസ്ബൻഡിനെ കൊല്ലാൻ വേണ്ടി ശ്രമിക്കുന്ന തമിഴ് ലാംഗ്വേജ് സംസാരിക്കുന്ന പുള്ളിക്കാരൻ തമിഴാണ് സംസാരിക്കുന്നത്. അതിനകത്ത് തമിഴ് ഓക്കെ. അപ്പോൾ അവസാനം ആദ്യം ഭാര്യയുടെ ഈ ഒരു കള്ളത്തരം വിളിച്ചു പറയുന്നതൊക്കെ ഇദ്ദേഹം കേൾക്കുന്നു. വന്നതിന് ശേഷം ഭാര്യയെ കൊല്ലുന്നു. ഭാര്യയെ കൊല്ലുന്നു. അതിനുശേഷം ഞാൻ അതിനൊന്നും ഗ്ലോറിഫൈ ചെയ്യുകയോ അതിനെ ന്യായീകരിക്കുകയൊന്നും ചെയ്തില്ല. കൊലപാതകം ഒരിക്കലും നമ്മൾ ന്യായീകരിക്കത്തില്ല, അതിനെ സപ്പോർട്ട് ചെയ്യത്തുമില്ല. അപ്പം അതിനുശേഷം രണ്ടാമത് പുറത്ത് നിന്ന് ഈ കാമുകൻ വരുന്നു, അയാളെയും കൊല്ലുന്നു എന്നുള്ള സംഭവമാണ്. ആ സംഭവം ഇവിടെ ഇദ്ദേഹമാണ് വിളിച്ചിറക്കിക്കൊണ്ട് പോകുന്നത്. നമുക്ക് ആ ഒരു വിളിച്ചിറക്കൽ വീഡിയോ സാധനം പുറത്ത് വന്നിട്ടുണ്ട്, ലൈവിൽ ഈ കൊണ്ടുപോകുന്നത്. ഇങ്ങോട്ട് നോക്കടേ, എന്തോരം പ്രതീക്ഷയൊക്കെ വെച്ചിട്ടായിരിക്കും അല്ലേ ഒരു വിവാഹം നടന്നത്. അവിടെ 1 വർഷം മാത്രമേ ആവുന്നുള്ളൂ കേട്ടോ. ആ പെൺകുട്ടി കൈയും കൂപ്പി നിൽക്കുന്നു. ഇതിനകത്ത് കരഞ്ഞുകൊണ്ടൊക്കെയാണ് വീട്ടിൽ നിന്ന്, അതായത് ഈ മണ്ഡപത്തിൽ നിന്നൊക്കെ ഇറങ്ങിപ്പോകുന്നു. നമ്മൾ എല്ലാ സമയങ്ങളിലും കല്യാണങ്ങളിൽ കാണുന്ന എല്ലാ പരിപാടികളും ഇതിനകത്തും കണ്ടിരുന്നു. പറയണ്ടേ, നമുക്ക് ആ CCTV ഫുട്ടേജ് പുറത്ത് വന്നിട്ടുണ്ട്. ഇതിനകത്ത് CCTVയുടെ ഡേറ്റ് ഒക്കെ ഉണ്ട്, അതനുസരിച്ച് നോക്കട്ടെ. സോ ഇതാണ് മഹാത്മാവ് നടന്നു വരുന്നു. മഹാത്മാവ് ഇരുട്ടിൻ്റെ മറവിൽ ഒരു കള്ളനെ പോലെ ഓക്കെ വരുന്നു. ഒരു നൈറ്റി ഇട്ട് കുറേ ഇതൊക്കെ വാരിയിട്ട് ചെരുപ്പ് ഒന്നും ഇട്ടിട്ടില്ലെന്ന് തോന്നും. കണ്ടോ, നമ്മുടെ ഓട്ടം കാണണം. ഇതാണ് ഓട്ടം. ദിസ് ഈസ് ഓട്ടം. ഒളിച്ചോട്ടം കാണാത്തവർ കണ്ടോളൂ, ദിസ് ഈസ് ഒളിച്ചോട്ടം. ഓടുന്നു ചേട്ടൻ്റെ അടുത്ത്. മുല്ലപ്പൂക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ വെളുപ്പിന് മുല്ലപ്പൂക്ക് വെച്ചിട്ടാണ് ഇറങ്ങി വരാൻ വേണ്ടിയിട്ട് അദ്ദേഹം പറഞ്ഞിരുന്നത്,
മിസ്റ്റർ കണ്ണാപ്പി ചേട്ടൻ വരുന്നു, വണ്ടിയിൽ കയറ്റുന്നു. അഖിൽ NRDയുടെ കൂടെ ജീവിച്ച അദ്ദേഹത്തിൻ്റെ ഭാര്യ ഇന്ന് മുതൽ, അല്ലെങ്കിൽ ഈ നിമിഷം മുതൽ ഇപ്പോൾ നമ്മുടെ ഡ്രൈവർ ചേട്ടൻ്റെ കുട്ടിയായിട്ട് മാറിയിരിക്കണു. അല്ലേ? ലൈറ്റ് ഇടുന്നു, പോയി. ഒരുപാട് ആൾക്കാർ ഫ്രസ്ട്രേഷൻ അടിച്ചിട്ട് കമൻസൊക്കെ ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ ഇത് കണ്ടിട്ട് അവർക്ക് വേദന സഹിക്കാൻ വേണ്ടിയിട്ട് പറ്റാതൊക്കെയാണ്. ഇതൊക്കെ എങ്ങനെ അംഗീകരിക്കുന്നു? ഒരുപാട് പേര് പറയുന്നു ഇപ്പോൾ ജോയിൻറ്റ് പെറ്റീഷനൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഡിവോഴ്സൊക്കെ വേഗം കിട്ടും. ആ ഒരു സമയത്താണോ ഇങ്ങനെ ഈ ഒരു സംഭവം ചെയ്തിട്ട് ഈ പുള്ളിക്കാരത്തി ഇദ്ദേഹത്തിനെ ഇങ്ങനെ ഒരു കുഴിയിലാക്കിയിട്ടിട്ട് പോയത്? അഖിലിനോട് പറഞ്ഞു കഴിഞ്ഞാൽ അഖിൽ ചിലപ്പോൾ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ആ വീഡിയോക്കകത്ത് വ്യക്തമായിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് ഈ പെൺകുട്ടി ചിലപ്പോൾ ചിന്തിച്ചിട്ടുണ്ടാവുക, വീട്ടുകാരുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ വീട്ടുകാർ ഒരിക്കലും അത് അംഗീകരിക്കത്തില്ല, നീ അങ്ങനെ ഡിവോഴ്സ് ഒന്നും അവർ സമ്മതിക്കത്തില്ല, നീ അവരോട് പോയി ജീവിക്കണം എന്നുള്ളത് തന്നെ പറയും. അപ്പോൾ ആ ഒരു സംഭവത്തിനൊന്നും വേണ്ട, അപ്പോഴേ ഞാൻ ചേട്ടൻ്റെ കൂടെ പോയേക്കാം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് ഈ പുള്ളിക്കാരത്തി എത്തിയത് തന്നെ ആവണം എന്നുള്ളതാണ് എൻ്റെ ചിന്ത. അല്ലാതെ പിന്നെ എന്തോന്ന് പറയും ഇതിനകത്ത്. ഇനി നമുക്ക് ഈ അഖിൽ NRDയുടെ നമ്മളെല്ലാവരും പറയുന്ന അഖിൽ NRDയുടെ ക്യാരക്ടർ ഇപ്പം ഒരുപാട്, ഞാൻ പറഞ്ഞല്ലോ, കുറച്ച് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞു. ആ കാര്യങ്ങളിൽ അവരുടെ സൈഡിൽ നിന്ന് ഇത് പുറത്ത് പറയാതെ നമ്മൾ പറയുന്നത് ശരിയല്ല, അത് പുറത്ത് വരട്ടെ. അഖിൽ NRDയുടെ സ്വഭാവം നമുക്ക് കാണാം. കല്യാണത്തിൻ്റെ ഒന്ന് നോക്കിക്കോ. കല്യാണത്തിന് കല്യാണം കഴിഞ്ഞ് പെൺകുട്ടി കരയുന്നു, അച്ഛനമ്മയെ വിട്ടിട്ട് പോകാനുള്ള വിഷമം, ചേട്ടനോടൊപ്പം പോവാം. ഫോണൊക്കെ ഇനി ഈ പെൺകുട്ടിയുടെ വീട്ടുകാരുടെ ഒരു അവസ്ഥ ആലോചിച്ചു. അഥവാ ഈ പെൺകുട്ടിയുടെ അച്ഛൻ്റെ അമ്മയുടെയൊക്കെ ഒരു അവസ്ഥ. എന്തൊക്കെ പറഞ്ഞാലും അവർ വിവാഹം കഴിപ്പിച്ചു വിട്ടു, അതിനുശേഷം ഒരു വർഷത്തോളം ജീവിച്ചു. ഇതിനിടയിൽ എന്ത് സംഭവിച്ചു നമുക്ക് ആർക്കും ഇപ്പോഴും അറിയില്ല. സ്റ്റിൽ നമുക്കാർക്കും ഇത് അൺനോൺ റീസണാണ്, നമുക്കറിയാത്ത കാര്യമാണ്. അഖിലിൻ്റെ കയ്യിൽ പ്രശ്നമുണ്ടോ, മറ്റുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ ഒന്നും അറിയത്തില്ല. ഇപ്പോൾ എന്തായാലും കണ്ണാപ്പി ചേട്ടൻ എന്ന് പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയ മൊത്തം നിറഞ്ഞു നിൽക്കുന്ന മറ്റേ ഡ്രൈവർ ചേട്ടനോ ലവൻ, അവൻ ഈ പെൺകുട്ടിയും കൊണ്ട് പോകുന്നു. ചിലപ്പോൾ വലിയ വലിയ ഭീകരമായ വാഗ്ദാനങ്ങൾ കൊടുത്തേക്ക് ഇതുപോലെ മുല്ലപ്പൂ ചൂടിക്കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ കൂടെ ഇറങ്ങി ഓടിയിട്ടുള്ളത്. എന്തൊക്കെയോ പറയണമെന്നുണ്ട്, പക്ഷേ എൻ്റെ വായിൽ നിന്ന് പറയാതിരിക്കുന്നത് നല്ലത്. ഓക്കെ, ഇനി സ്വന്തം ഭാര്യയെക്കുറിച്ച് ഇദ്ദേഹം പറയുന്നതാണോ? ഈ അഖിൽ NRD ആണ് കേട്ടോ. ാണെങ്കിൽ ഇപ്പൊ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഭയങ്കരമായിട്ട് ഒരു ഹൈപ്പ് വന്നൊക്കെ പറയുന്നുണ്ട്, ലക്ക് എന്ന് പറയും. അപ്പൊ അതുപോലെയാണ് ഇപ്പൊ സിനിമയിലേക്ക് വന്നതൊക്കെ. എങ്ങനെയാണ് വൈഫിനെ കുറിച്ച്, എങ്ങനെ സപ്പോർട്ടീവ് ആണോ കാര്യങ്ങൾ? വൈഫ് സപ്പോർട്ടാണ്, വൈഫ് സപ്പോർട്ട് ചെയ്യല്ലോ, എല്ലാ കാര്യത്തിലും സപ്പോർട്ട് തന്നെയാണ്. വീഡിയോസ് എടുക്കാനും എല്ലാം സപ്പോർട്ടാണ്. സിനിമയ്ക്കായാലും അവളാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട്. കല്യാണം 3 വർഷമായില്ലേ? 2 കൊല്ലം ആവുന്നുള്ളൂ. ബ്രോന്റെ എല്ലാത്തിനും സപ്പോർട്ട് കൊടുത്ത് ചേട്ടനെ സിനിമയിലേക്കൊക്കെ പറഞ്ഞയച്ചിട്ട് ചേട്ടനെ നല്ല വഴിക്കാക്കിയിട്ട് ഞാൻ പോണേ ചേട്ടാന്ന് പറഞ്ഞിട്ട് ബാക്ക് വഴി പുള്ളിക്കാരത്തി ഇറങ്ങി ഓടി. മറ്റൊരുത്തൻ്റെ ജീവിതമാണ്. ഇപ്പോൾ എല്ലാവരും ചിന്തിക്കുന്നൊരു കാര്യമുണ്ട്, ഇതൊക്കെ നമ്മൾ എന്തെങ്കിലും ഡിസ്കസ് ചെയ്യണമെന്ന് പറയുന്നത്. ഞാൻ എപ്പോഴും ഓരോ വിഷയം എടുക്കുന്ന കാണുന്നവർക്കറിയാം കേട്ടോ. ഇപ്പം നിങ്ങൾ ചിലപ്പോൾ ഈ ഒരു വിഷയം ചിലപ്പോൾ ആദ്യം സെർച്ച് ചെയ്ത് എന്നെ ഇപ്പോൾ കാണുന്നവരാണ്, നിങ്ങളുടെ അടുത്ത് പറയാമെന്ന് വെച്ചാൽ ഞാനൊരു വിഷയം എടുക്കുന്ന സമയത്ത് ഇത് മറ്റുള്ള മനുഷ്യർക്കും നിങ്ങളെപ്പോലുള്ള ആൾക്കാരുടെ നിങ്ങളുടെ കുടുംബത്തിൻ്റെ അകത്തും ഇങ്ങനെയുള്ളൊരു വിഷയം വന്നു കഴിഞ്ഞാൽ അവിടെ എങ്ങനെയായിരിക്കും നിങ്ങളുടെ റിയാക്ഷൻ എന്നുള്ളത് അനുസരിച്ചിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. അതായത് നിങ്ങളെ എരിവ് കയറ്റി നിങ്ങളുടെ പ്രഷർ കൂട്ടി ഈ അഖിൽ NRDയുടെ ഭാര്യ കാണിച്ചത് കണ്ടോ, അവൾ മഹാപിഴയാണ് എന്ന് പറയാൻ എനിക്ക് കഴിയില്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഈ ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ളൊരു വാക്കുകൾ നമ്മൾ പറയുന്ന സമയത്ത് ഇതിന് മറുവശമോ മറ്റുള്ള കാര്യങ്ങളോ നാളെ വരുന്ന സമയത്ത് ഈ പറയുന്ന സോഷ്യൽ മീഡിയ നേരെ തിരിയും. ഇപ്പം ഞാൻ ഇതിനകത്ത് 2 വശത്തും ആരെയും സപ്പോർട്ട് ചെയ്യുന്നുമില്ല, അവരെ തള്ളിക്കളയുന്നുമില്ല. ഇതിനകത്ത് എന്താണ് ശരിയെന്നുള്ള കാര്യം പുറത്ത് വരും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഞാൻ പറഞ്ഞല്ലോ, ചില കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞത് അത് അത്ര ചാനലിൽ കൂടെ ഞാൻ പറയത്തില്ല. അതിനകത്ത് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പുറത്ത് വരട്ടെ, അവരുടെ സൈഡിൽ നിന്നൊക്കെ പുറത്ത് വരട്ടെ, അത് നമുക്ക് പ്രതീക്ഷിക്കാം. ഇപ്പോൾ കമൻറ്റ് നോക്കൂ, ആ മനുഷ്യൻ അനുഭവിക്കുന്ന വേദന അവർക്ക് അറിയുള്ളൂ. കമൻറ്റ് ഇടുന്നവർക്ക് ഒരു തമാശയും. സത്യമാണ്, നമ്മുടെ വീട്ടിലല്ലല്ലോ സംഭവിച്ചത്, വേറൊരു വീട്ടിലാണ് സംഭവിച്ചത്, വേറൊരാളുടെ ഭാര്യയാണ് ഇറങ്ങിപ്പോയത്. സ്വാഭാവികമായിട്ടും അയാൾ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മാനസിക സംഘർഷം അത് എത്രമാത്രം ആയിരിക്കും എന്നുള്ള കാര്യമാണ്. നീതീകരിക്കാൻ വേണ്ടിയിട്ട് പറ്റുമോ? ഇപ്പോൾ പലരും ചോദിച്ചു, കുറേ കമൻറ്റ് കണ്ടു, അൾട്ടിമേറ്റ്ലി ഇതൊരു അതിജീവിത മറ്റത് മറിച്ചത്. ഇവിടെ എല്ലാവരും ചിന്തിച്ചേക്കുന്നത് ആ വീഡിയോ കറക്റ്റായിട്ട് കണ്ടവർക്ക് മനസ്സിലാവും. അതിനകത്ത് അങ്ങനെ ഞാൻ ആ വീഡിയോക്കകത്ത് പറഞ്ഞേക്കുന്നത് വെച്ചാൽ 2 ഭാഗങ്ങളാണ്.
അതിനകത്ത് ഈ പറഞ്ഞ പ്രസ്തുത ഇറങ്ങിപ്പോയ പെൺകുട്ടി ഒരു അതിജീവിതയാണെന്നൊന്നുമല്ല. ഇവർ ഒരുമിച്ച് ജീവിച്ചിരുന്നെങ്കിൽ ഇയാളുടെ ലൈഫ് സേഫ് ആയിരിക്കും എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അല്ലെങ്കിൽ ആ പെൺകുട്ടിയുടെ ലൈഫ് സേഫ് ആയിരിക്കും എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എന്തെങ്കിലും ദുരന്തം സംഭവിച്ചിരുന്നാലോ, കുറച്ച് വിഷമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തൂങ്ങിച്ചാവലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സൂയിഡൽ ടെൻഡൻസിയോ ഒക്കെ കണ്ട് നശിച്ചു പോകില്ലേ? അതിനെക്കാട്ടി രണ്ട് വഴിക്ക് പോയാൽ നല്ലതെന്ന് ചിന്തിക്കാം. പിന്നെ ഒരു കാര്യം, ഇറക്കിക്കൊണ്ട് പോയവൻ എന്തുദ്ദേശത്തിലാണ് കുറേ പെട്ടിയും കിടക്കുകയും അവിടെ നിന്ന് എല്ലാ സാധനവും വാങ്ങിച്ചുകൊണ്ട്, അപ്പോൾ അതിനുള്ള കപ്പാസിറ്റി ഒന്നും ഇല്ലാത്തതുകൊണ്ടാണോ എന്നറിയത്തില്ല. മുല്ലപ്പൂ വരെ വെച്ച് വിളിച്ചിറക്കിക്കൊണ്ട് പോയിട്ടുണ്ട്. വിളിച്ചിറക്കിക്കൊണ്ട് പോയി അതിനുള്ള കപ്പാസിറ്റി ഇല്ലാത്തതുകൊണ്ടാണെങ്കിൽ ഈ പറഞ്ഞ വീട്ടിൽ നിന്ന് ഇതൊന്നും എടുത്തുകൊണ്ട് പോകാൻ പാടില്ലായിരുന്നു, ഇല്ലേ? അപ്പോൾ ഇതെല്ലാം കൊണ്ട് ചേട്ടൻ നോക്കിക്കൊള്ളൂ എന്ന് പറഞ്ഞാൽ ചിലപ്പം ഒരു പുതുമോടി ഇനിയിപ്പോൾ 2ാം നൈറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും, 2nd നൈറ്റൊക്കെ. ഫസ്റ്റ് നൈറ്റ് ഓൾറെഡി ഇദ്ദേഹത്തിൻ്റെ ഒപ്പം ഇവിടെ 2nd നൈറ്റ് കഴിഞ്ഞിട്ടുണ്ടാവും. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ അപമാനിക്കാൻ ശ്രമിക്കുന്നില്ല, കാര്യങ്ങൾ പുറത്തു വരട്ടെ. സോ ഒരാളുടെ ജീവൻ തകരുമ്പോൾ അത് കണ്ട് കളിയാക്കി സന്തോഷിക്കുന്ന ചിലർ, ഒരിക്കലും ഞാനതാ പറഞ്ഞത്. ഈ കമൻറ്റ് വളരെ റെലവൻ്റാണ്. നമ്മൾ ചിന്തിക്കണം. നമ്മളിപ്പോൾ കൈകൊട്ടിച്ചിരിക്കുകയോ പരിഹസിച്ചിരിക്കുകയോ അതിൻ്റെയൊക്കെ കണ്ട ഇവനാണോ മറ്റവൻ, എൻ്റെ ഭാര്യ ഇറങ്ങിപ്പോയി എന്നൊക്കെ പറയുമ്പോൾ അത് അത്ര വലിയ സംഭവമായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. അത്രയേ ഉള്ളൂ. അദ്ദേഹത്തിൻ്റെ ഭാര്യയെക്കുറിച്ച് വളരെ നല്ല രീതിയിൽ പറഞ്ഞു. അദ്ദേഹത്തിനെ കുറിച്ച് തന്നെ പറയുന്നത്. എൻ്റെ അച്ഛൻ ഇടയ്ക്ക് പറയും ഇതുപോലെ അച്ഛൻ ചോദിച്ചാൽ എന്താ അച്ഛന് വീട്ടിൽ കാറ് ഉണ്ട്, 2 കാർ കിടപ്പുണ്ട്. അച്ഛനാണെങ്കിൽ കാറ് പഠിക്കാം. അപ്പം അച്ഛൻ പക്ഷെ പഠിക്കത്തില്ല. ഞാൻ ചേച്ചി കാറിന്ന് പഠിക്കാത്തത് ഇപ്പൊ ഈ കാറിൽ പോകുമ്പോൾ നീ കുറച്ചൊന്ന് സംസാരിക്കുന്ന അടുത്തിരുന്ന് അത് നഷ്ടപ്പെടുത്തണ്ടല്ലോ അച്ഛൻ അങ്ങനെ പറയാറുണ്ട്. പുള്ളി ഒരു ഇൻട്രോവർട്ടാണ്. പുള്ളിക്കാരൻ പുറമേയുള്ള ആൾക്കാരോട് സംസാരിക്കത്തില്ല. അതൊക്കെ അച്ഛനോടും അമ്മയോടും ഒക്കെ ഒരു സ്നേഹവും മറ്റുള്ള കാര്യങ്ങളും എന്താ ഇൻട്രോട്ട് ആയി പോകുന്നതാ. ഈ ഫിയർ കാരണം നമ്മൾ ഇൻട്രോട്ട് ആയി പോകുന്ന പുള്ളിക്ക് ആഗ്രഹം, എനിക്ക് ഉള്ളിൽ ആഗ്രഹമുണ്ട് ആൾക്കടുത്ത് കുറെ ചിരിക്കണം, അല്ലെങ്കിൽ പറഞ്ഞിട്ട് ഭയങ്കര ലൗഡായിട്ട് സംസാരിക്കണം, കോമഡി പറയണം. പക്ഷെ ഇതൊന്നും വർക്കൗട്ട് ആവാറില്ല. ലൈക്ക് മനസ്സിലാക്കിയിടത്തോളം ഇയാളൊരു പാവത്താൻ സെറ്റപ്പാണ്. അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പണി പുള്ളിക്ക് വന്നത്. പക്ഷേ എനിക്ക് അഖിലിനോട് പറയാനുള്ളത്, എന്നോട് സംസാരിച്ചിട്ടുള്ള അഖിൽ, എൻ്റെ ഇൻബോക്സിൽ സംസാരിച്ചിട്ടുള്ള അഖിൽ എന്ന് പറഞ്ഞാൽ ഒരു പ്യുവർ പേഴ്സണാണ്. ഓക്കെ, അപ്പോൾ അദ്ദേഹത്തിൻ്റെ ലൈഫിനകത്ത് ഇങ്ങനെ സംഭവം ഇന്ന് സംഭവിച്ചു. അതിനകത്ത് ഇപ്പം ഈ ഒരു നിമിഷവും കടന്നു പോകും എന്നാണ് എനിക്ക് പറയാനുള്ളത്. പക്ഷേ നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ രക്ഷപ്പെട്ടു എന്നുള്ളതാണ്. ഇതേ വ്യക്തിയുമായിട്ട് നിങ്ങൾ ജീവിച്ചു മുന്നോട്ട് പോകുന്നു. ചിലപ്പോൾ ഒരു സുപ്രഭാതത്തിൽ വീട്ടിലേക്ക് കയറി വരുന്ന സമയത്ത് അരുതാത്ത ഒരു കാര്യം കണ്ടുകൊണ്ട് വരുന്നൊരു അവസ്ഥ ആലോചിച്ച് നോക്കുക. അതിനെക്കാട്ടിൽ എത്രയോ ഭേദമാണ്. പോയില്ലേ, ഒഴിഞ്ഞു പോയില്ലേ. ഇനി കൊണ്ടുപോയവൻ അവനവൻ്റെ ആവശ്യങ്ങളും അവൻ്റെ താല്പര്യങ്ങളും ഒക്കെ കുറച്ച് ദിവസം കൊണ്ട് നടന്ന് ഊട്ടി ഉറപ്പിച്ച് നല്ല രീതിയിൽ ജീവിച്ചുകൊണ്ടിരുന്ന അല്ലെങ്കിൽ സന്തോഷകരമായിട്ട് പൊയ്ക്കൊണ്ടിരുന്ന ഒരു പെൺകുട്ടിയുടെ ലൈഫ് അത് എങ്ങനെയാണ് തെരുവിലേക്ക് വലിച്ചെറിയുമോ, അവൻ്റെ ഇഷ്ടത്തിനൊത്ത് അവൻ മാറ്റി അടുത്ത അവൻ്റെ കമൻറ്റ് ബോക്സിൽ ഇരുന്ന് കോഴി എന്നുള്ള രീതിയിലേക്കാണ് കമൻറ്റ് ബോക്സ് കണ്ടത്. അങ്ങനെയാണെങ്കിൽ അയാൾ ഇനിയിപ്പോൾ ഈ പെണ്ണിൻ്റെ ലൈഫ് നശിപ്പിച്ചിട്ട് അടുത്ത ഒരു പെണ്ണിനെ തേടി പോകുമോ? മനസ്സിലാവുന്നുണ്ടോ? എന്തോ ഒരു പഴഞ്ചൊല്ലുണ്ട്, ഒന്നിനെ പടപേടിച്ച് പന്തളത്ത്, അതല്ല വേറൊരു സാധനമുണ്ട്. എനിവേ അത് തന്നെ പറഞ്ഞ ഇത് ഒന്നിൽ നിന്നും ആവർത്തിച്ച് പൊയ്ക്കൊണ്ടിരിക്കുന്ന മൈൻഡ് സെറ്റുള്ളവർ അത് വീണ്ടും അവിടെ നിന്നും പോകും. അപ്പോൾ ഈ പെൺകുട്ടി എന്തൊരു ചോദിച്ചിട്ടുണ്ടാവും. എനിക്ക് തോന്നുന്നില്ല അഖിലിൻ്റെ ലൈഫ് ഇതോടുകൂടി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇതൊരു തുടക്കമായിട്ട് തന്നെ മാറും. പക്ഷേ ഇത് തരണം ചെയ്യണം. ഈ ഒരു അവസ്ഥ പുള്ളി സമൂഹത്തിൻ്റെ മുമ്പിൽ, മറ്റുള്ളവരുടെ മുമ്പിൽ, എല്ലാവരുടെ മുമ്പിലേക്ക് ഒരു ചെറിയൊരു പരിഹാസപാത്രമായിട്ട് മാറുന്ന ആ ഒരു മനുഷ്യൻ്റെ ഒരു മാനസികാവസ്ഥ ഉണ്ടല്ലോ, അത് ശരിക്കും പറഞ്ഞാൽ അത് അങ്ങേയറ്റം പരിതാപകരമാണ്. ചില ആൾക്കാരുടെ കമൻറ്റ് കണ്ടു, അതായത് ഒരു ജോയിൻറ്റ് പെറ്റീഷൻ ഡിവോഴ്സിന് കൊടുത്താൽ വളരെ വേഗം നടക്കും എന്നുള്ളതാണ്. അതെൻ്റെ ഒരു പുതിയൊരു അറിവാണ് കേട്ടോ. വളരെ വേഗത്തിൽ നടക്കും എന്നുള്ള കാര്യം പല സ്ഥലങ്ങളിലും പല സെലിബ്രിറ്റീസിൻ്റെ അടക്കം ഡിവോഴ്സ് കൊടുത്തിട്ട് പോലും വർഷങ്ങളായത് കണ്ടിട്ടുണ്ട്. സോ ആ പെൺകുട്ടി ഇങ്ങനെ പോയത് ഇദ്ദേഹത്തിൻ്റെ മേലെ ഒരു ആരോപണം, ചുമ്മാ ആരോപണം ഉണ്ടായതാണോ എന്ന് അറിയത്തില്ല, സ്റ്റേഷനിൽ നിന്ന് വന്നു എന്നൊക്കെ പറയുന്നത്. താനും ആക്കില്ലത് പറഞ്ഞിട്ടില്ല. ഇതാ ചിരിച്ചുകൊണ്ട് കളിച്ചുകൊണ്ട് ഇതല്ലേ, ഇത്രയൊക്കെ തന്നെ ഉള്ളടേ ലൈഫ്. ഇതല്ലേ ഗൈസ്, നമുക്ക് നിങ്ങളാണെങ്കിലും ഞാനാണെങ്കിലും ഒക്കെ കുറച്ച് കാലമാണ് ഈ ഭൂമിയിൽ ജീവിക്കുന്നത്. ഞാൻ പരമാവധി വീഡിയോസ് ചെയ്യുന്ന സമയത്ത് ശ്രമിക്കാറുള്ളതെന്ന് വെച്ചാൽ ഉള്ളുകൊണ്ട് സംസാരിക്കുക എന്നുള്ളതാണ്. ഉള്ളുകൊണ്ട് ഇപ്പം എന്നെ ഈ സംസാരിക്കുന്നില്ലേ, ഈ ഞാൻ തന്നെയാണ് റിയൽ ഞാൻ. ഇതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ഒരു ഞാൻ എന്നുള്ള സംഭവമൊന്നുമില്ല. പിന്നെ നമുക്കിപ്പം വീഡിയോക്കകത്തിരുന്ന് സംസാരിക്കുന്നതിൻ്റെ പരിമിതി കാര്യങ്ങളൊക്കെ ഉണ്ട്. ചില്ല് ചെയ്യാറുണ്ട്, ഇമോഷണൽ ആവാറുണ്ട്. ഇതെല്ലാം മനുഷ്യന്മാർക്കുണ്ടാകുന്ന എല്ലാ വിക്ഷോഭത്തിലൂടെയും അതിൻ്റെ ലാളിത്യത്തിലൂടെയൊക്കെ കടന്നു പോകുന്ന ഒരാളാണ്. നിങ്ങളും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. പക്ഷേ ഈ റിയൽ ലൈഫ് അല്ലാതെ ഇപ്പം റിയൽ ലൈഫ് ആണെന്ന് കാണിച്ചുകൊണ്ടിരിക്കുന്ന റിയൽ ലൈഫുകളുണ്ട്.
അതൊന്ന് ഇവരുടെ ഇപ്പം രണ്ടുപേരുടെ ഇപ്പോൾ ഒരാഴ്ചയ്ക്ക് മുമ്പ് ഇവരുടെ അദ്ദേഹത്തിൻ്റെ സിനിമ ഇറങ്ങിയ സമയത്ത് കൂടെ നിന്ന് സംസാരിച്ച പെൺകുട്ടിയാണെന്ന് വേറൊരുത്തിൻ്റെ കൂടെ ഇറങ്ങി ജീവിക്കാൻ വേണ്ടിയിട്ട് പുറപ്പെട്ട് പോയിരിക്കുന്നത്. ഇനിയിപ്പോൾ 2 ദിവസം കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ ഒന്ന് പറയും, അയ്യോ എൻ്റെ അഖിലേട്ടൻ എനിക്ക് വേണമേ, എന്നെ മറ്റവൻ പറഞ്ഞ് പറ്റിച്ച് വഞ്ചിച്ചു കൊണ്ട് പോയതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വന്നു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക? എനിക്കറിയില്ല. ഒരു ദുരന്തം ഉണ്ടാവാതിരിക്കട്ടെ. എന്തായാലും നമ്മുടെ ഷാരോൺ, മറ്റേ ഷാരോണിനെ കൊന്നില്ലേ ഗ്രീഷ്മ, അതുപോലെ മറ്റേ വിഷം കൊടുത്തൊന്നും കൊല്ലുന്ന സാഹചര്യത്തിലേക്ക് എത്താതെ ആ ചെറുക്കൻ്റെ ജീവിതം രക്ഷപ്പെട്ടു. അതിന് നന്ദി പറയണം ആ പെൺകുട്ടിയോട്. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളെല്ലാവരിലും ഉണ്ടാകുന്ന പലതരം ഫ്രസ്ട്രേഷൻസും ഇറിറ്റേഷൻസും ദേഷ്യവും ചില ഇതൊക്കെ എനിക്കുണ്ട്. ബട്ട് എന്തുകൊണ്ടത് കൺട്രോൾ ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിൻ്റെ അകത്ത് ഈ 2 വശങ്ങളിലുള്ള ആൾക്കാരും ഇതുവരെ റെസ്പോണ്ട് ചെയ്തിട്ടില്ല. അവർ റെസ്പോണ്ട് ചെയ്തതിന് ശേഷം അവരുടെ വശങ്ങൾ അറിയാതെ നമ്മൾ ഏകപക്ഷീയമായിട്ട് പറയേണ്ടെന്ന് കരുതി മാത്രമാണ് ഗൈസ്. അപ്പോൾ പിന്നെ സംസാരിക്കാതെ ഇരുന്നുകൂടെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് മഴ പോലെ എൻ്റെ ഇൻസ്റ്റഗ്രാമിൻ്റെ അകത്തൊക്കെ ഇഷ്ടം പോലെ ആൾക്കാർ അയച്ചു തരുന്നുണ്ട്. അപ്പോഴാണ് ഈ CCTV ഫുട്ടേജിൻ്റെ സംഭവങ്ങൾ കാണിച്ചു തന്നത്. അത് കണ്ടപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള തന്നെ കാരണം, മുല്ലപ്പൂവൊക്കെ വെച്ചിട്ട് വെളുപ്പാൻ കാലത്ത് ഇദ്ദേഹത്തിൻ്റെ കൂടെ ഇറങ്ങി പോകാനുള്ളൊരു സെറ്റപ്പൊക്കെ വെച്ച് നോക്കുമ്പോൾ, പഠിക്കാനാണെന്നൊക്കെ പറഞ്ഞ് ആ റൂമിൻ്റെ അകത്ത് കയറി മുല്ലപ്പൂവൊക്കെ വെച്ചിട്ട് ആ ഒരു പ്രിപ്പറേഷനും പ്ലാനിങ് ഒക്കെ നടത്തി ഇറങ്ങിപ്പോകുന്ന ആ ഒരു മനസ്സുണ്ടല്ലോ, പൊന്നോ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒറിജിനൽ ഞാൻ എന്നുള്ള സംഭവത്തിൻ്റെ അകത്തൊരു സംഭവമുണ്ട്. അത് ഇതിന് ശേഷം ഹൈപ്പർ ഇമോഷണൽ ലെവലിലേക്ക് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ തെറിയും മറ്റത് മറിച്ചൊക്കെ വിളിക്കും വളരെ ദേഷ്യത്തിൽ. അത് പറയാതെ ഞാൻ എന്നെ കൺട്രോൾ ചെയ്യുന്നതാണ് ഗൈസ്. നിങ്ങൾക്ക് മനസ്സിലാവും, പയ്യന്മാർക്ക് പ്രത്യേകിച്ച് മനസ്സിലാവും, കൺട്രോൾ ചെയ്ത് സംസാരിക്കുന്നതാണ്. ഒന്നും പറയാനില്ല. എന്തായാലും അഖിൽ രക്ഷപ്പെട്ടു. മറ്റത് എന്താവുമെന്ന് കാര്യത്തിൽ തന്നെ കാണാം. സോ ഗൈസ്, നിങ്ങളുടെ അഭിപ്രായം ന്യൂസ് രേഖപ്പെടുത്ത അടുത്തൊരു വീഡിയോ ആണ് ഗൈസ്. ബൈ.